ഹലോ കൂട്ടുകാരെ, ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർ ഇതാ ഇങ്ങോട്ടൊന്ന് വന്നേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഉണക്കമീൻ ചോറാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടല്ലോ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെത്തോലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചൂടാന്നൊക്കെ പറയുമല്ലോ, അത് ഉണങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് കുറച്ച് നേരം വെച്ചേക്കുക. അപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ നല്ലപോലെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി ഇളകിയൊക്കെ വരും. അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. തലയോട് കൂടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തലയൊക്കെ ഒന്ന് പിച്ചി കളഞ്ഞിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ ഇതുപോലെ അഴുക്കൊക്കെ നല്ലപോലെ ഇളകി വരും. അതൊക്കെ നല്ലപോലെ കഴുകി നമുക്കത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ മതി. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടായി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കടുകും ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കുറച്ച് പുതിനയിലയും ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് അതും കൂടി ചേർത്ത് അതിനകത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്ത് 2 പച്ചമുളകും കൂടി കീറിയതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിട്ടിരിക്കുന്ന വെളുത്തുള്ളിയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ആ ഉണക്കമീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇത് ഉപ്പിടാത്ത ഉണക്കമീനാണ്. അപ്പം നിങ്ങൾ ഉപ്പിട്ട് വേണം തയ്യാറാക്കാൻ. ഇതിപ്പോൾ ഉപ്പോട് കൂടി വരുന്ന ഉണക്കമീനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ഇടേണ്ട ആവശ്യം വരത്തില്ല. ചോറിൽ അവസാനം ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഉപ്പ്. അപ്പോൾ ആ മീനും കൂടിയിട്ട് നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് വരണ്ട് വരണം കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഉള്ളി കിട്ടാത്തവരാണെങ്കിൽ സവാളയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സവാള ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കണേ. ഇനി ഞാനിപ്പോൾ ഉള്ളി മൊത്തത്തിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അരിഞ്ഞിട്ടൊന്നുമില്ല. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് നല്ലൊരു വെന്തതിന് ശേഷം അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഫിഷ് മസാലയാണ് ചേർക്കുന്നത്. ഫിഷ് മസാല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നെത്തോലിക്ക് പകരം നിങ്ങൾക്ക് വേറെ മീനാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് എടുക്കണേ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന ഒരു പരുവത്തിൽ നമ്മളൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരണം. തിളച്ച് വെള്ളത്തോടു കൂടി ഇരിക്കരുത്, വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. വറ്റി വരുന്നിടം വരെ നമുക്കതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഇനി അതൊന്ന് തലവിൽ തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. അതായത് ഇതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊന്നിയരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പൊന്നിയരിക്ക് പകരം നിങ്ങൾക്ക് ജീരകശാല അരി എടുക്കാം, ബസ്മതി റൈസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതാണോ ചോറ് അതേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊന്നിയരി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ചേർത്ത് കൊടുത്ത് ആദ്യമേ നോക്കുക. പിന്നെ മസാല കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാല കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്താൽ മതി. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മുടെ ഉണക്കമീനും ആ ഒരു മസാലയും ചോറും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ ലാസ്റ്റിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അത്രേ ഉള്ളൂ, നമ്മുടെ ഉണക്കമീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടത്തിൻ്റെ കൂടെയും ഒക്കെ നല്ലപോലെ സെർവ് ചെയ്യാം. വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ഇതിന്, ഇത് മാത്രം മതി. അത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.